ഇന്ന് ഫുൾ ടൈം ഈ പ്രൊഫഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഡയറക്ടറിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടെ പറഞ്ഞ കണക്കുകൾ ഇത്രയും നേരം ലക്ഷങ്ങളുടെ ടേൺ ഓവറും ഇനി പറയാൻ പോകുന്ന കോടികളുടെ ടേൺ ഓവറാണ്. ഇത്രയും കോടികളുടെ ടേൺ ഓവർ ഓരോ ജില്ലയിലും ഉണ്ടാക്കണമെങ്കിൽ ആ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടാവണം. വേണ്ടേ? ഒരു പരസ്യവും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇത്രയും കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ ഒരു കാര്യം എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ഇനി ഇപ്പോൾ ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ആളുകൾ ഏറ്റവും ഭയപ്പെടുന്നത് മാരകമായ അസുഖങ്ങളെയാണ്. വന്നു കഴിഞ്ഞ എത്രയോ ആളുകൾ നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാട് ഞാനൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സിനിമ കാണുന്ന സമയത്ത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനെ ഞാൻ മനസ്സിലാക്കിയത് പണ്ടത്തെ ജയനൻ നസീറൊക്കെ അഭിനയിക്കുന്ന കാലത്ത് നസീറൊക്കെ രക്തം ചർച്ച് മരിക്കുന്നു ക്യാൻസറായി എന്ന് പറയുന്നത് അതൊക്കെ എടുത്തുള്ളൂ. പക്ഷെ ഇന്ന് ഓരോ അയൽക്കൂട്ടത്തിനിടയ്ക്ക് എടുത്തു നോക്കിയാൽ എത്ര ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, എത്ര ആളുകൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്നുണ്ട്, എത്ര ആളുകൾ അറ്റാക്ക് വന്ന് ജീവൻ പൊളിഞ്ഞു പോയി. ഇങ്ങനെ ഒരുപാട് കണക്കുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ കാണാം. എല്ലാ ആളുകളുടെയും ധാരണ ഇത് എന്റെ വീട്ടിൽ വരില്ലെന്നാണ്. എന്നാൽ വന്നു കഴിഞ്ഞ ആളുകൾ മനസ്സിലാക്കും ഇത് എന്റെ വീട്ടിൽ വരും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് വരാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, വെൽനസിനെ ആശ്രയിക്കുക. ലോകത്ത് പല രാജ്യങ്ങളും വെൽനസിന് വലിയ മാർക്കറ്റാണെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആ മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് നല്ല ഷുഗർ ഉണ്ട്, നമ്മൾ ഡയബാലിസും ലിവഗനൊക്കെ കഴിച്ച് നല്ല മാറ്റം ഇപ്പൊ നോർമലായി. ആ അനുഭവം അയാൾ പറയുക സുഹൃത്തിനോട്, എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നല്ല അനുഭവമാണ്, നീ വാങ്ങി ഉപയോഗിച്ചോ. ഇതിന്റെ പരസ്യം ആരാ ചെയ്തത്? ഏത് സിനിമ താരാണോ? അല്ല, അനുഭവസ്ഥ പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുക. ആ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നാ എനിക്കും വേണമെന്ന ഒരു പ്രൊഡക്റ്റ്. രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കാതെ ഒരു മനുഷ്യരുണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കാൻ മുതൽ വീട്ടിലെ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എന്ത് കാര്യത്തിലുള്ള സാധനം ഇവിടെ ഉണ്ട്. അതിന് ഏറ്റവും പ്രാധാന്യം വെൽനസ്സാണ്. അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ വന്നു കഴിഞ്ഞ് ആലോചിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഒരു 3 മാസം കൂടി ഒരു വെൽഹാർട്ട് വാങ്ങി ഉപയോഗിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ചായയും കടിയും കഴിക്കുന്നതിന് ആ റേറ്റേ വരുന്നുള്ളൂ ഓരോ ആളുകൾക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ചായയും കടിയും കഴിച്ചുകൊണ്ട് ആരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ രക്ഷപ്പെട്ടെന്ന് കാണാം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എംഐലേഷൻ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ഇതിലെ കേട്ട് ഇതിലെ വിടാൻ പാടില്ല. മറിച്ച് ഇതിലെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അങ്ങനെ പഠിക്കാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാകുക. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ തയ്യാറാകുക. പഠിപ്പിച്ച ആളുകൾ കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാകുക. നന്നായി ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാതെ ഒരു സ്ഥലത്തും നേട്ടമുണ്ടാക്കാൻ പറ്റില്ല. ഫീൽഡിൽ ഇറങ്ങി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവനവന്റെ വീട്ടിലേക്കുള്ള വരുമാനം, മിനിമം വരുമാനം, ഏറ്റവും ചുരുങ്ങിയപ്പോൾ ഏറ്റവും മിനിമം വരുമാനത്തിന് ആളുകൾ പോകുന്നത് ഞാൻ കൂടുതൽ കണ്ട തൊഴിലുറപ്പിനാണ്. അല്ലേ? അവനവന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ 7 പേസ്റ്റ് വാങ്ങി വിറ്റാൽ ആ പൈസ കിട്ടിക്കോളും. അതിന് എവിടെ പോയി കാവൽ നിൽക്കണ്ട, ഇഷ്ടമുള്ള സമയത്ത് പോയി വിറ്റാൽ മതി. ഒരു ദിവസം ഒരു 7-8 പേസ്റ്റ് വിൽക്കാൻ വലിയ അത്ഭുതമൊന്നുമല്ല. ആണോ സാറേ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ആത്മാർത്ഥമായി പഠിക്കാൻ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ്